ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യേ നമ. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഛന്ദസ് തൊടുകയാണ്. ആ ഛന്ദസ് ഈ മൂന്ന്, അതായത് ദേവത, ഋഷി തുടങ്ങിയിട്ടുള്ള ആ സങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വശിന്യാദി വാഗ്ദേവതാ ഋഷി അനുഷ്ടുപ് ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരീ ദേവത. ഒന്നാമത്തെ നാമം ഓം ശ്രീമാതായൈ നമ. ശ്രീമാത്രേ നമ എന്നും ചെല്ലാറുണ്ട്. അപ്പോൾ ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ ഈ നാമത്തോടെയാണ്. അപ്പോൾ വിവിധ അർത്ഥങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീത്വത്തെ ആദരിക്കുന്നതാണ് ഭാരതീയമായിട്ടുള്ള പാരമ്പര്യം. അപ്പോൾ ഈ അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ അതിൻ്റെ മികവുറ്റ ഉദാഹരണങ്ങളുമാണ്. അപ്പോൾ ശക്തി, വിദ്യ, ധനം തുടങ്ങിയവയുടെ അധിഷ്ഠാന ദേവതകളും സ്ത്രീകളാണ് അല്ലേ. അപ്പോൾ പരാശക്തി, സരസ്വതി, ലക്ഷ്മി. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏതിനും ഒരു ജനയിത്രി വേണം എന്നാണ്. ആ ജഗന്മാതാവിനെയാണ് ആദ്യ മന്ത്രം കൊണ്ട് നമ്മളിവിടെ സ്മരിക്കണേതും. അപ്പോൾ മഹിമകൾ നിറഞ്ഞ അമ്മ ശ്രീ ലക്ഷ്മിയും സരസ്വതിയുമാകാം. ഐശ്വര്യത്തിനും അറിവിനും അമ്മയായവൾ എന്നാണ് അർത്ഥം. ശ്രീ എന്ന് പറഞ്ഞാൽ ധാത്രി, വർഗം, ജയം, സൗന്ദര്യം, ആഭരണം, ഉന്നതസ്ഥാനം, അഭിമാനം, രാജകീയ പ്രൗഢി, അതേപോലെ ബുദ്ധി, വിവിധ കോശങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിന് അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവയ്ക്ക് മുഴുവൻ ജനയിത്രിയായവൾ എന്നാണ് നാമത്തിന് അർത്ഥം വരിക. ഇനി ശ്രീ എന്ന പദത്തിന് നമുക്ക് ആദ്യം എന്നും ഒരു അർത്ഥം എടുക്കാം. അപ്പോൾ വിഷം ഉണ്ട ശിവന് ദേവി നിർവിഷയായി ഭവിച്ചു. പ്രപഞ്ചകാരണമായ ആദ്യ സ്പന്ദനവും ദേവി തന്നെയാണ്. അങ്ങനെ നിർവിഷവും ആദ്യ സ്പന്ദനവുമായ അമ്മയാണ് ദേവി എന്നാണ്. അപ്പോൾ ലൗകിക വിഷയങ്ങൾ വിഷത്തേക്കാൾ ദോഷകരമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അല്ലേ. ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദപി വിഷം നിഹന്തി ഭോക്താരം ദ്രഷ്ടാരം ചക്ഷുഷാപ്യയം എന്നാണ്. അപ്പോൾ കരിമൂർഖം പാമ്പിൻ്റെ വിഷത്തേക്കാൾ കടുത്ത ദോഷം ചെയ്യുന്നതാണ് വിഷയം എന്നാണ്. അപ്പോൾ വിഷം അത് തിന്നുന്നവനെ കൊല്ലുന്നു, എന്നാൽ വിഷയം കാണുന്നവനെ പോലും കൊല്ലുന്നു എന്നാണ്. അപ്പോൾ ദേവിയാകട്ടെ നിർവിഷയായ അമൃതസ്വരൂപിണിയാണ് എന്നാണ്. മാ എന്നുള്ളതിന് അളക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. മാപിനി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പരിച്ഛേദിക്കുന്നത് എന്നുള്ള അർത്ഥമുണ്ട്. ശ്രീ ലക്ഷ്മിയെ പരിച്ഛേദിക്കുന്ന ശക്തി താ എന്ന് പറഞ്ഞ പ്രത്യയം അതോടുകൂടി ഏതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പുഷ്പിതം, പുഷ്പങ്ങളോട് കൂടിയത്, അതേപോലെ ലക്ഷ്മിയെ പരിച്ഛേദിക്കുന്ന ശക്തിയോട് കൂടിയത്, അല്ലെങ്കിൽ ലക്ഷ്മിയേക്കാൾ മികച്ച ശ്രീയോട് കൂടിയതാകണം. അതാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അഖണ്ഡാനന്ദമായിട്ടുള്ള മോക്ഷം, ആ മോക്ഷസ്വരൂപിണിയാണ് ശ്രീ മാതാവ് എന്നാണ്. അപ്പോൾ അമൃതമായ വേദമാണ് ശ്രീ എന്നുള്ളൊരു പക്ഷമുണ്ട്. അപ്പോൾ ആ വേദത്തിന് മാതാവായവൾ ബ്രഹ്മാവിന് 3 വേദങ്ങളുടെയും തത്വം ഗ്രഹിപ്പിച്ചത് പരാശക്തിയാണ് എന്ന് പുരാണങ്ങളിൽ കാണുന്നു. അപ്പോൾ ശ്രീ വേദമാണ് എങ്കിൽ മാ അല്ലെങ്കിൽ മാതി അളന്നു തിരിക്കൽ, വേദങ്ങളെ അളന്നു തിരിച്ചവൾ താന്നുള്ള പ്രത്യയമാണെന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. അപ്പോൾ വേദങ്ങളെ അളന്നു തിരിക്കുന്ന ശക്തിയോട് കൂടിയവൾ, വ്യാസൻ്റെ സ്വരൂപത്തോട് കൂടി അവതരിച്ചവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. ഇനി ബഹുമാന്യമായത് ഏതിനെയും സ്ത്രീ ചേർത്ത് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ശ്രീനാരായണൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീശങ്കരൻ, അങ്ങനെ എല്ലാവരാലും അഭിവന്ദിക്കപ്പെടുന്ന മാതാവ് ശ്രീമാതാ. അപ്പോൾ ശ്രീ എന്നുള്ള പദത്തിന് സാന്ദർഭികമായിട്ട് ചക്രം എന്നുള്ളൊരർത്ഥം എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീ ഒരിടത്തും തങ്ങുന്നതല്ല എന്നാണ്, ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ചുറ്റിത്തിരിയുന്നതാണ് ചക്രവും. അപ്പോൾ ചക്രമണാ ചക്രം,
പ്രപഞ്ചചക്രം, ജീവിതചക്രം എന്നൊക്കെ അതിനെ നമുക്ക് വ്യവഹാരമായിട്ട് എടുക്കാം. അപ്പോൾ ശ്രീമാതാവ് ചക്രങ്ങളുടെ മാതാവാകാം. അപ്പോൾ ചക്രങ്ങളുടെ മാതാവാണ് ശ്രീവിദ്യ അഥവാ ശ്രീചക്രം. അപ്പോൾ ശ്രീമത്തായ ചക്രം ശ്രീചക്രം എന്നും ശ്രീയാകുന്ന ചക്രത്തിൻ്റെ മാതാവ് ശ്രീമാതാവ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ശ്രീക്ക് ഇനി പ്രപഞ്ചം എന്നുള്ളൊരർത്ഥമുണ്ട്. അവിടെ പ്രപഞ്ചമാതാവ് എന്നാണ് നമ്മൾ വീക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ നാമം ബീജാക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യം ഗുരുമുഖത്തു നിന്ന് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യ ഏതും ഗുരുവിനോട് ബന്ധപ്പെടുമ്പോഴാണ് അത് വിളങ്ങുന്നത് തന്നെ. അപ്പോൾ വിശേഷിച്ചും ആധ്യാത്മികമാകുന്ന വിദ്യ. അപ്പോൾ ഈ വ്യാഖ്യാനം സാധകന്മാരെ ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല, സാമാന്യ ജിജ്ഞാസുക്കളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കി ഈ നാമം നമുക്ക് സമാപിക്കാം. കാരണം 999 നാമം ശിവശക്തി ഐക്യരൂപിണി നാമം അല്ലേ. അപ്പോൾ ശിവശക്തി ഐക്യമാണോ ശ്രീചക്രത്തിൻ്റെ രഹസ്യം. അപ്പോൾ ശിവശക്തി ഐക്യമായ ശ്രീവിദ്യയെ ശ്രീമാതാ എന്നും വിശേഷിപ്പിച്ച് കാണുന്നുണ്ട്. അപ്പോൾ 1000ാമത്തെ നാമം അമ്മയുടെ സ്വന്തം നാമമായിട്ടുള്ള ശ്രീ ലളിതാംബിക എന്നതും, അപ്പോൾ 1000 നാമങ്ങളുടെയും സാരസംഗ്രഹ രൂപമാണ് ശ്രീമാതാ എന്ന മന്ത്രം എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 2ാമത്തെ നാമം ഓം ശ്രീ മഹാരാജ്ഞേ നമഃ. അർത്ഥം ശ്രീമത്തായ മഹാരാജ്യത്തിലെ മഹാറാണി എന്നാണ്. അപ്പോൾ മനസാപി അചിന്യ രചനാരൂപം എന്നാണ് ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ട് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ സങ്കല്പങ്ങൾക്കും അതീതമായ സൃഷ്ടി വൈഭവം നിറഞ്ഞതാണ് ഈ പ്രപഞ്ചമെന്നും ഈ പ്രപഞ്ച മഹാരാജ്യത്തിൻ്റെ അധിനായികയാണ് ദേവി എന്ന് നമുക്ക് ഈ നാമത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഈ മന്ത്രത്തിലെ മഹ എന്ന പദത്തിൽ മ അധികം ആ അധികം ഹ അധികം ആ സമം മഹ എന്നാണ് ഇതിനെ നമ്മൾ പദം തിരിക്കുമ്പോൾ അക്ഷരങ്ങൾ തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ക്രമത്തിലുള്ള വർണ്ണങ്ങളായിട്ടാണ് ഈ മഹ എന്നുള്ളത് അടങ്ങിയിരിക്കുന്നത്. അതിൽ ആ എന്ന വർണ്ണം അക്ഷരമാലയിലെ ആദിയും ഹ എന്നത് അവസാനത്തെ അക്ഷരമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആയിൽ തുടങ്ങി ഹായിൽ അവസാനിക്കുന്നു എന്നാണ്. അപ്പോൾ ശിവശക്തി സങ്കല്പമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ എന്നത് ശിവനും അതിന് പ്രകാശമെന്നും ഹ എന്നത് ശക്തിയും അതിന് വിമർശമെന്നും പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശബ്ദവും അർത്ഥവും എന്നർത്ഥം. ശബ്ദവും ശിവനും, ശബ്ദം ശിവനും അർത്ഥം ശക്തിയും എന്നാണ്. അപ്പോൾ വാഗർത്ഥാവിവ സംപൃക്തവും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. വാക്കും അർത്ഥവും പോലെ വേർതിരിക്കാനാവാത്ത മട്ടിലെ ഒന്നായി ചേർന്നിരിക്കുന്നവർ എന്നാണ് അതിനർത്ഥം. ആ ജഗത്പിതാക്കളെ അനുസ്മരിച്ചുകൊണ്ട് ആണല്ലോ നമ്മുടെ കാളിദാസൻ രഘുവംശം ആരംഭിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഹ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് അഹം, ഞാൻ, ആത്മസ്വരൂപം, ആത്മസ്വരൂപമായ ദേവി എന്നും അതിന് അർത്ഥമായിട്ടെടുക്കാം. ഈ നാമം മായാരാജ്ഞി മന്ത്രം അടങ്ങിയതാണെന്ന് ഉപാസകന്മാർക്കിടയിലൊരു പക്ഷമുണ്ട്. അപ്പോൾ യോഗിനി ഹൃദയത്തിൽ അതിനെപ്പറ്റി വിവരിക്കുന്നുമുണ്ട്. പ്രകാശ വിമർശങ്ങളെ പറ്റിയിട്ട് സങ്കേത പദ്ധതിയിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അകാര സർവവർണാദ്യ പ്രകാശ പരമ ശിവ ഹകാരാന്ത്യകാല കലാരൂപോ വിമർശാഖ്യ പ്രകീർത്തിത എന്നാണ്. അപ്പോൾ കാലരൂപം കലാദേവി തന്നെ, ശക്തി തന്നെ എന്നർത്ഥം. ഇനി അടുത്ത നാമം, 3ാമത്തെ നാമം ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ. ശ്രീമത്തായ ശ്രേഷ്ഠമായ സിംഹാസനത്തിന് അധീശ്വരിയായവൾ. ഇവിടെ അഗ്രാസനമാണ് സിംഹാസനം. ലോകഭരണം ഇടതടവില്ലാതെ കണ്ട് നിർവഹിക്കുന്ന ദേവി അഗ്രാസനത്തിന് അർഹയാണല്ലോ. അപ്പോൾ മറ്റെല്ലാ സിംഹാസനങ്ങളും കാലപ്രവാഹത്തിൽ തകർന്നു പോകും. ദേവിയുടെ സിംഹാസനം കാലാതീതമാകയാൽ അനശ്വരമാണ്. അതുകൊണ്ടാണ് ശ്രീമത്തായ സിംഹാസനമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മറ്റ് സിംഹാസനങ്ങൾ ദയാക്രമത്തിന് വിധേയമാണ്.
ദേവിയുടെ സിംഹാസനവും മറ്റാർക്കും അവകാശപ്പെടാനാകാത്തതുമാണ്. അപ്പോൾ ശ്രീമത്തായ സിംഹം ആസനമായുള്ള ദേവിയും ശ്രീമത് സിംഹാസനേശ്വരി തന്നെയാണ്. സിംഹമാണല്ലോ ദേവിയുടെ വാഹനം. അപ്പോൾ ദേവിക്ക് വാഹനമായ സിംഹം സാധാരണ സിംഹമാവാൻ തരവില്ലല്ലോ. അതാണ് ശ്രീമത് എന്ന വിശേഷണത്തിൻ്റെ പ്രാധാന്യം തന്നെ. അപ്പോൾ ദേവി മഹിഷാസുരവധം നടത്തുന്നതും സിംഹത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണല്ലോ. സിംഹമാരൂഹ്യ കന്യാതേ നിഹതോ മഹിഷോനയ എന്നല്ലേ. അപ്പോൾ കന്യകയായിട്ടുള്ള ദേവി സിംഹാരൂഢയായിട്ടാണ് മഹിഷാസുരനെ വധിച്ചത്. ഹിംസ എന്നത് തിരിച്ചിട്ടാൽ സിംഹം എന്ന് കിട്ടും. വിഷ എന്ന പദം തിരിച്ചിട്ടാൽ ശിവ എന്നും, വിഷ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, വീട്, വിഷൗ വിഷ എന്നും രൂപം കിട്ടും. അപ്പം മനുഷ്യൻ വിഷ തിരിഞ്ഞ് ശിവനാകുമ്പോഴാണ് സമാരാധ്യനാകുന്നത് എന്നും മനസ്സിലാക്കുക. അപ്പം തിരയുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായി പരതിയോടുന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയ മനുഷ്യൻ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി നേരെ എതിരായി തിരിഞ്ഞ് ഞാൻ ആരെന്ന് കണ്ടെത്തുക, അവനാണ് ശിവൻ എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സിംഹപദം തിരിച്ചിട്ട് ഹിംസ എന്നാക്കുമ്പോൾ സിംഹ പ്ലസ് ആസനം സിംഹാസനം. ആസനപദത്തിന് ഇവിടെ നിരാസനം, തട്ടി എറിയൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഹിംസയാ ആസനം, ഹിംസ കൊണ്ട് തട്ടിയെറിയൽ, അതാണ് സർവസംഹാരം. അതിൻ്റെ ഈശ്വരിയാണ് ദേവി. യത് പ്രയന്ത്യാഭിസംവിശന്തി എന്നാണ് ശ്രുതിവചനം. അതായത് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നിലനിന്ന ശേഷം ഏതൊന്നിലാണോ തിരിച്ചു വിലയം കൊള്ളുന്നത് എന്നാണ് അതിനർത്ഥം. അത് ശ്രുതിവചനമാണ്. ആ വിലയസ്ഥാനവും ദേവി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീകളോടുകൂടിയ സിംഹാസനം ശ്രീമത് സിംഹാസനം, ചൈതന്യ ഭൈരവി, സമ്പത് പ്രഭാഭൈരവി തുടങ്ങിയ 8 ദേവതാമന്ത്രങ്ങൾ അടങ്ങിയതാണ് ഈ മന്ത്രം എന്ന് ജ്ഞാനാർണവത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവയെ സിംഹാസനാഷ്ടമന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ആ സിംഹാസനാഷ്ടമന്ത്രങ്ങൾക്ക് അതീശ്വരിയാകയാൽ ദേവിയെ ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പ്രകീർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ അഷ്ടമന്ത്രങ്ങൾ പറയാൻ പാടില്ലായല്ല, പക്ഷേ ആ അഷ്ടമന്ത്രങ്ങൾ ഗുരുമുഖത്ത് നിന്ന് തന്നെയാണ് അഭ്യസിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം അതിവിടെ ഒഴിവാക്കാം. കാരണം അത്തരം രഹസ്യ സ്വഭാവമുള്ള മന്ത്രങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വേദിയിലൂടെ നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ് പുരാണമതം തന്നെ. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ മന്ത്രം ദേവി സൃഷ്ടികർത്തിയാണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ മന്ത്രം ദേവി പ്രപഞ്ചഭരണമെന്ന സ്ഥിതിയുടെ വിധാത്രിയാണെന്ന് പറഞ്ഞു, മൂന്നാമത്തെ മന്ത്രം സംഹാരത്തിന് അതീശ്വരിയാണെന്നും വ്യക്തമാക്കി. അപ്പോൾ തുടർന്ന് 999 നാമം വരെ ദേവിയുടെ ലീലാപ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയും വൈവിധ്യവും വൈഭവങ്ങളും വർണ്ണിച്ച ശേഷം 1000ാമത്തെ നാമം ശ്രീ ലളിതാംബികയെ സ്മരിക്കുന്നതായി സ്തുതിച്ച് ശ്രീ ലളിതാ സഹസ്രനാമം ഉപസംഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ച് ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത 4ാമത്തെ നാമം ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമഃ. ഓം ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായവൾ. സത്ത്, ചിത്ത്, ആനന്ദം, ഇതാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെ. അപ്പോൾ ചിത്ത് അവ്യാകൃതമായ നിഷ്കള ബ്രഹ്മമാണ്. അത് ജ്ഞാനാഗ്നിയാണ്. ആ ജ്ഞാനാഗ്നിയാകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നുണ്ടായവളാണ് ദേവി. പ്രാപഞ്ചിക വിഷയങ്ങളെ ദഹിപ്പിക്കുന്നതാണ് ജ്ഞാനാഗ്നി. അപ്പോൾ നിഷ്കള ബ്രഹ്മം നിർഗുണവും നിഷ്ക്രിയവുമാണ് എന്നാണ്. ആ ബ്രഹ്മത്തിൻ്റെ സഗുണവും സക്രിയവുമായ രൂപമാണ് ദേവി. അപ്പോൾ ഭണ്ഡാസുരനെ വധിക്കുവാൻ ദേവന്മാർ യാഗകുണ്ഡമൊരുക്കി പരാശക്തി പൂജ ആരംഭിച്ചു എന്ന് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ആ യാഗകുണ്ഡത്തിൽ നിന്ന് പരാശക്തി സംഭൂതയായി എന്ന് ലളിതോപാഖ്യാനത്തിൽ കഥയിൽ പറയണമുണ്ട്. സാധകൻ്റെ ഹൃദയവും ആ യാഗകുണ്ഡമാണെന്നാണ്. അതുകൊണ്ടാണല്ലോ തപം എന്ന് പറയുന്നത്. അപ്പോൾ ആ യാഗകുണ്ഡത്തിൽ തന്നെയാണ്
സഹസ്ര സൂര്യപ്രഭയോടെ ദേവി സമുത്തീർണയാകുന്നതും. അങ്ങനെ ദേവി ചിദഗ്നികുണ്ഡ സംഭൂതയായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്ഞാനത്തെ അഗ്നിയോട് ഉപമിക്കുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, അഗ്നിയാണ് ഇരുളകറ്റുന്നത് അല്ലേ? അപ്പോൾ അജ്ഞാനമാണ് ഇരുട്ട്. അപ്പോൾ ജ്ഞാനാജ്ഞാനങ്ങൾ വെളിച്ചവും ഇരുട്ടുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അജ്ഞാനതിമിരത്തെ നിർമൂലനം ചെയ്യുന്ന ജ്ഞാനാഗ്നിയുടെ നടുവിൽ ദേവി തേജോമയിയായി പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ജ്ഞാനികളുടെ അനുഭവം. അപ്പോൾ നിർഗുണവും നിരാകാരവുമായ നിഷ്കള ബ്രഹ്മം എന്തിനാണ് സഗുണവും സകാരവുമായി തീർന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നാം. അതിനുള്ള ഉത്തരം അടുത്ത മന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്താ അടുത്ത മന്ത്രം? 5-ാമത്തെ നാമം ഓം ദേവകാര്യസമുദ്യതായൈ നമഃ. ദേവന്മാരുടെ അഭിഷ്ടസിദ്ധികൾക്കായി ഒരുമ്പെട്ടവൾ എന്നാണ് അല്ലേ? ഇവിടെ നമുക്ക് ഗീതയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള വാക്യം ഒന്ന് അനുസ്മരിക്കാൻ തോന്നുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. അത് ഭഗവാന്റെ ആ ഒരു ശപഥമാണ്. ആ ശപഥം അന്വർത്ഥമാണ് എന്നുള്ളതാണ്. സജ്ജനപീഡനം അധികരിച്ചാൽ അതിനെ അമർച്ച ചെയ്യാൻ ഈശ്വരശക്തി അവതരിക്കുമെന്ന കാര്യം അനിഷേധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഭണ്ഡാസുരൻ്റെ ആക്രമണത്തിൽ പരാജിതരും പീഡിതരുമായ ദേവന്മാരെ രക്ഷിക്കുവാനാണ് ഇവിടെ ദേവി അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ ദേവന്മാരും അസുരന്മാരും എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഉണ്ടെന്ന് ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ? ദൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുരയേവജ. ഈ ലോകത്ത് ദൈവീക സമ്പത്തോടു കൂടിയ ദേവന്മാരും ആസുരീക സമ്പത്തോടു കൂടിയ അസുരന്മാരും എന്ന് 2 സൃഷ്ടികൾ കാണാമെന്ന് ഗീതയിൽ തുടർന്ന് പറയണമുണ്ട്. അപ്പോൾ നിർഭയത, മനഃശുദ്ധി, ജ്ഞാനത്തോടുള്ള ദാഹം, ദാനം, ദയ, യജ്ഞം, ആത്മജ്ഞാനം, അത് പഠിക്കുക, പഠിപ്പിക്കുക, തപസ്, നേർവിചാരം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണമില്ലാതിരിക്കൽ, അനുകമ്പ, ഒന്നിലും തൃഷ്ണയില്ലായ്മ, മൃദുശീലം, ലജ്ജ, ചാപല്യമില്ലായ്മ, തേജസ് അല്ലെങ്കിൽ മനോബലം, ക്ഷമ, ധീരത, ശുദ്ധി, ആരെയും ദ്രോഹിക്കാതിരിക്കൽ, അനഹങ്കാരം, ഇവയൊക്കെയാണ് ദേവന്മാരുടെ സഹജമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ഡംഭം, അഹങ്കാരം, ആത്മപ്രശംസ, ക്രോധം, പരുഷത, അജ്ഞാനം, ഇതൊക്കെയാണ് അസുരന്മാരുടെ സ്വഭാവദോഷങ്ങളും. അപ്പോൾ ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നാം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് എന്ന് സ്വയം തീരുമാനിക്കാനായിട്ട് സാധിക്കും. ദേവനാണോ അസുരനാണോ, നമ്മളിലുള്ള സ്വഭാവവിശേഷം എന്തെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ഈ വക കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നാണ്. അപ്പോൾ ഈ ദേവാസുര യുദ്ധം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവീക സമ്പത്ത് സ്വഭാവമായി തീർന്നിട്ടുള്ള സജ്ജനങ്ങളെ അസുരസമ്പത്ത് സഹജമായിട്ടുള്ള ദുഷ്ടാത്മാക്കളിൽ നിന്നും പരിരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദേവി അതാത് കാലങ്ങളിൽ അതാത് ദേശങ്ങളിൽ അവതരിക്കുന്നു എന്നാണ് ഈ നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഓം ഉദ്ദിദ്ഭാനസഹസ്രാഭായൈ നമഃ. ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ ശോഭയോട് കൂടിയവൾ പരാശക്തിയും പ്രകാശസ്വരൂപിണിയാണ് എന്ന് നമ്മൾ അനുസ്മരിച്ചു. ഈ പ്രകാശം ചുവപ്പും വെണ്മയുമാവണം എന്നാണ്. അതാണ് സൂര്യനോട് ഓമിക്കാനായിട്ടുള്ള കാരണം. ദേവീരൂപം നമുക്കുള്ള ശരീരം പോലെ തന്നെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 പ്രകാരത്തിലാണ് ഉള്ളത്. ജ്ഞാനോദയം വരെ ധ്യാനഗമ്യമായിട്ടുള്ളത് ദേവിയുടെ സ്ഥൂല രൂപമാണ് എന്നാണ്. അപ്പോൾ മന്ത്രോപാസനാഘട്ടത്തിലാകട്ടെ ദേവിയുടെ സൂക്ഷ്മരൂപവും വെളിപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഉപാസകന് വാസനാക്ഷയം സംഭവിക്കുന്നതോടെയാണ് ദേവിയുടെ കാരണരൂപം പ്രത്യക്ഷമാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുടർന്നുള്ള 50 നാമങ്ങളിലായിട്ട് ദേവിയുടെ സ്ഥൂലരൂപ വർണ്ണനയാണ് ഇനി
ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപങ്ങൾ തന്നെയാണ് സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, നിഷ്കളരൂപം എന്നിങ്ങനെ 5ആയിട്ട് മറ്റൊരു വിഭജനവും കൂടി നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത നാമം, 7ാമത്തെ നാമം, ഓം ചതുർബാഹു സമന്വിതായേ നമഃ. 4 തൃക്കൈകളോട് കൂടിയവൾ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ ഈ 4 എന്നുള്ള ഭാവന ഭാരതീയ സങ്കല്പങ്ങളുടെ തന്നെ സമാന സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ്. കാരണം നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, പുരയ്ക്ക് തൂണ് 4, ദിക്കുകൾ 4, ദിക്കുകളെ അഭിമുഖീകരിക്കാനായിട്ട് ബ്രഹ്മാവിന് മുഖം 4, യുഗം 4 അല്ലേ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതേപോലെ തന്നെ ജീവിതഘട്ടം 4ആണ്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇനി പുരുഷാർത്ഥം 4ആണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. വർണ്ണങ്ങൾ 4 ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ. ഇനി ആശ്രമം 4 തന്നെയാണ്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതേപോലെ വേദങ്ങൾ 4 ഋഗ്, യജുസ്, സാമം, അഥർവം. ഉപായങ്ങൾ 4 പറയുന്നു: സാമം, ദാനം, ഭേദം, ദണ്ഡം. ഇനി ശബ്ദവും 4 പര, പശ്യന്തി, മധ്യമ, വൈഖരി. ഇനി ജീവൻ്റെ ഉൽപ്പത്തി സ്വഭാവവും 4 ജരായുജം, അണ്ടജം, ഉദ്ഭിജം, സ്വേദജം അല്ലേ. ഗർഭാശയത്തിലുണ്ടാകുന്നത് ജരായുജം, മുട്ട പൊട്ടി പിറക്കുന്നത് അണ്ടജം, മണ്ണ് പിളർന്ന് മുളയ്ക്കുന്നത് ഉദ്ഭിജം, വിയർപ്പിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതിന് സ്വേദജം എന്ന് പറയുന്നു. ഇനി വിദ്യ നോക്കിയാലും 4 അന്വേഷികി, ത്രയി, വാർത്ത, ദണ്ഡനീതി. ഈ പട്ടിക ഇങ്ങനെ അനവധിയുണ്ട്, എത്ര വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അനുഗ്രഹദക്ഷങ്ങളും ഏത് ദിക്കിലേക്കും നീളുന്നതുമായിട്ടുള്ള 4 തൃക്കരങ്ങളാണ് ദേവിക്കുള്ളത് എന്ന് നമുക്ക് ഈ നാമത്തിലൂടെ സാമാന്യമായിട്ടുള്ള അർത്ഥമായിട്ട് എടുക്കാം. ഇനി 8ാമത്തെ നാമം, രാഗസ്വരൂപപാശാഢ്യായൈ നമഃ. രാഗസ്വരൂപത്തിലുള്ള പാശം, കയറ്, കരത്തിലേന്തി പ്രൗഢയായിട്ട് ശോഭിക്കുന്നവൾ എന്ന് നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ സകല ജീവരാശികളെയും തമ്മിലിണക്കി നിർത്തുന്ന വികാരമാണല്ലോ രാഗം എന്ന് പറയുന്നത്. അത് പാശരൂപമാണ് താനും എന്ന് പറയുന്നു. അപ്പോൾ പ്രപഞ്ചത്തോട് ജീവനെ കെട്ടി നിർത്തുന്നത് രാഗം എന്ന പാശമാണ്. ഈ രാഗപാശം ദേവിയുടെ ഇടതുവശം പിന്നിലുള്ള കരത്തിലാണ് വിളങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാഗം മൗലിക വികാരമാണ്, വിവേകിക്കും അവിവേകിക്കും സഹജവുമാണ്. ക്രൂര ജന്തുക്കളിൽ പോലും രാഗതാരള്യം സ്പഷ്ടവുമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരഭൂതമായ ഈ മൗലിക വികാരം ദേവിയുടെ ഒരായുധമാണ് എന്ന് താല്പര്യം. അപ്പോൾ ഏതിനെയും ചൊൽപ്പടിക്ക് കെട്ടി നിർത്തുന്ന കയറ് തന്നെയാണ് രാഗം. ആ രാഗം ദേവിയുടെ ആയുധമായ പാശമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ കാവ്യസങ്കല്പം ദിവ്യമാണെന്ന് കാണാനുള്ള പ്രജ്ഞാവിലാസം നഷ്ടപ്രായമാകുന്നതാണ് കഷ്ടം എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം. അതിനെ കഷ്ടതരമെന്ന് തന്നെ പറയാതെ തരമില്ല എന്നുള്ളതാണ്. ഇനി 9ാമത്തെ നാമം, ക്രോധാകാരങ്കുശോജ്വലായൈ നമഃ. ക്രോധരൂപത്തിലുള്ള അങ്കുശം, തോട്ടി ധരിക്ക കൊണ്ട് ഉജ്ജ്വലയായവൾ. രാഗത്തിന് പ്രതിബന്ധം നേരിടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ക്രോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രോധമാകുന്ന അങ്കുശം കൊണ്ട് ദേവി സകലതിനെയും നിയന്ത്രിക്കുന്നു എന്ന് വരുന്നു. അപ്പോൾ സകല ബന്ധങ്ങളെയും ശിഥിലമാക്കി ജീവിതത്തിൻ്റെ എല്ലാ മൃദുലഭാവങ്ങളെയും ഞെരിച്ചു കളയുന്ന ഒന്നാണ് ക്രോധം എന്ന് നമുക്കറിയാം. അപ്പോൾ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, കാമയേഷ ക്രോധയേഷ
രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേന മിഹ വൈരിണം. ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിൽ 37-ാമത് വരുന്ന ശ്ലോകമാണത്. അപ്പോൾ രാഗം തന്നെ രൂപം മാറുന്നതാണ് ക്രോധം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രജോ ഗുണത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് വിഴങ്ങിയാലും അടങ്ങാത്ത ഒരു വിശപ്പാണത്. ഏത് പാപത്തിനും സന്നദ്ധവുമാണ്, വിവേകത്തിൻ്റെ ബദ്ധ വൈരിയുമാണ്, അല്ലേ? അപ്പോൾ ക്രോധം എന്ന അങ്കുശം വലതുവശത്ത് പിന്നിലുള്ള കരത്തിലാണ് ദേവി വഹിക്കുന്നത് എന്നാണ്. അപ്പോൾ പാശവും തോട്ടിയും ഇച്ഛാശക്തിയും ക്രോധശക്തിയുമാണ് എന്നാണ് പൂർവ ചതുശ്ശരീ ശാസ്ത്രത്തിൽ പറയുന്നത്. ക്രോധത്തിന് ജ്ഞാനം എന്നുള്ള അർത്ഥവും ചിലർ സ്വീകരിച്ച് കാണാറുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇനി 10-ാമത്തെ നാമം മനോരൂപേക്ഷുകോദണ്ഡായൈ നമഃ. മനസ്സാകുന്ന കരിമ്പിൻ വില്ലോട് കൂടിയവൾ എന്നാണ് ആ നാമത്തിന് സാമാന്യാർത്ഥമായിട്ട് വരിക. അപ്പോൾ ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പാണ്, കോദണ്ഡം എന്ന് പറഞ്ഞാൽ വില്ലാണ്. അപ്പോൾ സങ്കല്പ വികല്പങ്ങൾക്ക് ആധാരമാണ് മനസ്സ്, അല്ലേ? അപ്പോൾ ആ മനസ്സാകുന്ന കരിമ്പാണ് ദേവിയുടെ വില്ല് എന്ന് നമുക്ക് അർത്ഥമായിട്ട് കിട്ടണം. അപ്പം മനസ്സ് കരിമ്പാണെന്നും അതിൻ്റെ പുറന്തോട് രസശുഷ്കവും കഠിനവുമാണ്, അകം മധുരതരവുമാണ്. നാവിൻ്റെ സ്വാദ് തേടുന്നവർ ഹൃദയത്തിൻ്റെ സ്വാദ് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൻ്റെ സ്വാദറിയാനായിട്ട് പുറമേ മുട്ടിയാൽ പറ്റില്ല, പുറന്തോട് ഉരിച്ച് അകവശം ഞെക്കിപ്പിഴിയണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് തപസ്സനുഷ്ഠിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിലൂടെ മാത്രമേ മനസ്സിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ സാമാന്യ അർത്ഥമായിട്ട് ആ നാമത്തിലൂടെ ഗ്രഹിക്കുകയാണ്. ആ കരിമ്പാണ് ദേവിയുടെ വില്ല്. ആ വില്ല് ദേവിയുടെ ഇടതുവശത്തെ മുൻകൈയിൽ വിലസുന്നു എന്നാണ് നമ്മൾ പടമൊക്കെ കാണുമ്പോൾ കാണാറില്ലേ. ഇനി അതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂത്ത കരിമ്പാണ് ദേവിയുടെ വില്ല് എന്നും കൂടി നമ്മൾ കാണണം. അതാണ് കാവ്യ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതായിട്ടുള്ള ആ കരിമ്പ്. ഇനി 11-ാമത്തെ നാമം ഓം പഞ്ചതന്മാത്രസായകായൈ നമഃ. രൂപ രസ ഗന്ധ സ്പർശ ശബ്ദങ്ങളാകുന്ന 5 തന്മാത്രകൾ അമ്പുകളായിട്ട് കയ്യിലേന്തിയിരിക്കുന്നവൾ എന്നാണ് സാമാന്യാർത്ഥം. അപ്പോൾ മനസ്സാകുന്ന വില്ലിൽ നിന്നും തൊടുത്തുവിടുന്ന അമ്പുകളാണ് രൂപരസാദികളാകുന്ന പഞ്ചതന്മാത്രകൾ. എന്തുദാത്തമായിട്ടുള്ള ഒരു കൽപ്പനയാണെന്ന് നോക്കൂ. വില്ല് വളയുന്നതിനനുസരിച്ച് അമ്പിന് വേഗം കൂടും, അല്ലേ? അപ്പോൾ വില്ല് വഴങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഇവിടെ കരിമ്പാണ് ദേവിയുടെ വില്ല് എന്ന് നമ്മൾ അനുസ്മരിച്ചു. അപ്പോൾ അത് വഴങ്ങാതെ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ കരിമ്പിനെ കാര്യരുമ്പാക്കി മാറ്റിയാലേ അത് വഴങ്ങാതിരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ സാധന ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 8 മുതൽ 11 വരെയുള്ള നാമങ്ങളിൽ ആയുധങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ പ്രായോഗികത ഇന്ന് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാലും ഗവേഷണ കുതികൾക്ക് അങ്ങനെ ഒരു വഴി ഉണ്ട് എന്നുള്ളത് കൂടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിവിടെ വിശദീകരിക്കാനായിട്ടുള്ള കാര്യം. ഇനി 8-ാമത്തെ നാമത്തിലെ രാഗസ്വ എന്നുള്ള പദം ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് പിരിക്കാം എന്നാണ്. രാ പ്ലസ് അഗ പ്ലസ് സ്വ. അപ്പോൾ അഗൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. സ്ഥാണു എന്നുള്ള അർത്ഥത്തിൽ അതിനെ എടുക്കാം. സ്വ എന്നത് ഈം എന്നും ബിന്ദുവോട് കൂടിയിട്ട് പരിണമിക്കുമ്പോൾ ബിന്ദു എന്ന് പറഞ്ഞാൽ പൂജ്യമാണ്. അപ്പോൾ രാഗസ്വം എന്നായിട്ട് വരും. അപ്പോൾ ഹ എന്നുള്ള വർണ്ണം ശിവബീജാക്ഷരവുമാണ്. അഗ എന്നുള്ള സ്ഥാനത്ത് ബീജാക്ഷരം വെച്ചാൽ രഹസ്വം എന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ 9-ാമത്തെ നാമത്തിലെ ക്രോധാകാര എന്ന പദവും ഇപ്രകാരം വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ക്രോ പ്ലസ് ധ പ്ലസ് ആ
എന്ന് വിഭജിച്ച് കാര എന്ന പദം ഈ 3 അക്ഷരങ്ങളോടും കൂടി യോജിപ്പിക്കുമ്പോൾ അപ്പോൾ ക്രകാര, ധകാര, അകാര എന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ക്രോധാകാര അങ്കുശോജ്വല എന്നുള്ള മന്ത്രത്തിലെ അങ്കുശപദത്തിന് അനുസ്വാരം എന്ന് അർത്ഥം കിട്ടുന്നു. അങ്ങനെ ക്രോധാകാരം അല്ലെങ്കിൽ ക്രോകാരം, ധകാരം, അകാരം എന്ന പദങ്ങളായിട്ട് മാറും. ഇവ ആയുധങ്ങളുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 10ാമത്തെ നാമമായിട്ടുള്ള മനോരൂപേക്ഷുകോദണ്ഡ എന്ന നാമത്തിൽ മനസ്സ് എന്നത് ധ എന്നും കോദണ്ഡ പദം അനുസ്വാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ധം എന്നും കിട്ടും. അപ്പോൾ ഇതും ഒരു ആയുധമാണ് എന്നാണ്. അപ്പോൾ 9, 10, 11 നാമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മന്ത്രബീജാക്ഷരങ്ങൾ ഡ, ര, ക, ല, ശ, വ തുടങ്ങിയ വ്യഞ്ജനങ്ങളും അം, ഇം, ഉം തുടങ്ങിയിട്ടുള്ള സ്വരങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വ്യഞ്ജനങ്ങളെയും സ്വരങ്ങളെയും ക്രമപ്രകാരം ഘടിപ്പിച്ച് ആയുധമന്ത്രങ്ങളുടെ ബീജാക്ഷരങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ബീജാക്ഷര ഘടന ഗുരുമുഖത്ത് നിന്നാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിവിടെ പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി പ്രാചീന കാലത്ത് രാമനും അർജുനും മറ്റും വിവിധ തരങ്ങളിലുള്ള അസ്ത്രങ്ങൾ പ്രയോഗിക്കാനായിട്ട് ഈ മന്ത്രങ്ങളായിരുന്നു ഉപാസിച്ചിരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ അഭ്യൂഹിക്കാനായിട്ടും സാധിക്കും. 12ാമത്തെ നാമം നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലായേ നമഃ. സ്വന്തം അരുണപ്രഭാപൂരത്തിൽ ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ മുഴുവൻ മുഴുകിപ്പിക്കുന്നവൾ. പ്രഭാതസ്ഥാനത്തിന് ശേഷമാണ് സാധകൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ദേവിയുടെ രൂപം അരുണാഭമായിട്ട് വേണം ധ്യാനിക്കാമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അല്ലേ. കാരണം ക്രിയാശക്തി രാജസത്തോട് കൂടിയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് രാജസത്തിൻ്റെ നിറം ചുവപ്പാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അണ്ടകടാഹങ്ങളെയും കർമ്മോന്മുഖമാക്കി തീർക്കുന്ന ശക്തിയാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി 13ാമത്തെ നാമം ചമ്പകാശോകപുന്നാകസൗഗന്ധികലസത്കജായൈ നമഃ. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം മുതലായിട്ടുള്ള പൂക്കളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുടിയോട് കൂടിയവൾ എന്ന നാമത്തിന് സാമാന്യാർത്ഥം. അപ്പോൾ ഈ നാമം മുതൽ ദേവിയുടെ കേശാദിപാദ വർണ്ണനയാണ് തുടങ്ങണത്. അപ്പോൾ ദേവിയുടെ ഉത്തമാംഗം ശിരസ് വാഗ്ഭവകൂടമാണെന്നും കണ്ഠം മുതൽ അരക്കെട്ട് വരെ മധ്യകൂടമാണെന്നും അരക്കെട്ട് മുതൽ പാദം വരെ ശക്തികൂടമാണെന്നും ഉപാസകർ വ്യവഹരിക്കപ്പെട്ട് കാണാറുണ്ട്. അപ്പോൾ കൂടത്രയ സ്വരൂപിണിയാണ് ദേവി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കേശാദി വർണ്ണനയാണ് കാണുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചുല്ലോ. അപ്പോൾ ചിതഗ്നി കൊണ്ട സംഭൂത എന്നാണ് നേരത്തെ നമ്മൾ വെളിവാക്കിയിട്ടുള്ള മന്ത്രം അല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതും വാഗ്ഭവകൂടമായിട്ടുള്ള ശിരസ് തന്നെയാണ്. ദേവിയുടെ മുടി സ്വതേ സുരഭിലമാണ്. പൂക്കളുടെ സുഗന്ധം മുടിക്കല്ല, മുടിയുടെ സുഗന്ധം പൂക്കൾക്കാണ് മേന്മയുളവാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സകലവിധ സൗരഭ്യവും ദേവിയുടെ നിസർഗ സൗരഭ്യം പകർന്നു കിട്ടുന്നതാണ് എന്നുള്ള അർത്ഥം നമുക്ക് ഈ നാമത്തിലൂടെ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി 14ാമത്തെ നാമം കുരുവിന്ദവണി ശ്രേണി കനത്കോടീരമണ്ഡിതായൈ നമഃ. കുരുവിന്ദമണികൾ നിരനിരയായി ചേർത്തൊരുക്കിയിട്ടുള്ള കിരീടമണിഞ്ഞ് പരിശോഭിക്കുന്നവൾ. കുരുവിന്ദമണി എന്ന് പറഞ്ഞാൽ മാണിക്യം, രത്നവിശേഷം എന്ന് താല്പര്യം. അപ്പോൾ ശ്രേണി എന്ന് പറഞ്ഞാൽ നിരയാണ്, കോടീരം എന്ന് പറഞ്ഞാൽ കിരീടമാണ്, മണ്ഡിത എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നാണ്. അപ്പോൾ രത്നങ്ങൾ അണിയുന്നത് ഭക്തിസംവർദ്ധകവും ഐശ്വര്യപ്രദവുമാണെന്ന് ശാസ്ത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രത്നങ്ങൾ പതിച്ച കിരീടമണിഞ്ഞ് ശോഭിക്കുന്ന ദേവിയെ കാണുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി നമ്മൾ വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വിശേഷാഭരണങ്ങളും വിശിഷ്ട വേഷങ്ങളും ഒക്കെ അണിയിക്കാറില്ലേ കൊച്ചു കുട്ടികളെ? അത് അവരുടെ സന്തോഷത്തിനാണോ അതോ കാണുന്നവരുടെ സന്തോഷത്തിനാണോ?
കുഞ്ഞുങ്ങൾക്ക് കറുത്ത ചരടും സ്വർണ്ണമാലയും ഒരുപോലെ മാത്രമേ അനുഭവപ്പെടാറുള്ളൂ. അത് അണിയിക്കുന്നവരുടെ ആഹ്ലാദവും സന്തോഷവുമാണ് അതിൽ പ്രകടമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ദേവിയുടെ ആഭരണാദ്യാലങ്കാരങ്ങളും. അവ ദേവിക്കല്ല, മറിച്ച് ഭക്തനാണ് ആഹ്ലാദകാരിയാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭൗതികമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു പോലീസുകാരനെ മഫ്റ്റിയിൽ കാണും പോലെയല്ല യൂണിഫോമിൽ കാണുന്നത്. യൂണിഫോം അതിന് ഔദ്യോഗിക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെയാണ് അമ്മ ദേവീഭാവത്തിൽ ദേവിയുടെ അലങ്കാരങ്ങൾ അണിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പോലീസുകാരൻ്റെ വേഷം കെട്ടിയ നടന് പോലീസിൻ്റെ കൃത്യങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കാനാവില്ല. സാക്ഷാൽ പോലീസുകാരന് മാത്രമേ അതിന് കഴിയും. അതേപോലെ തന്നെ അമ്മയുടെ മുമ്പിൽ ദുഃഖഭാരം ഇറക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തനറിയാം അമ്മ വെറും ഒരു വേഷമല്ല, ആ വേഷത്തിന് പിന്നിൽ തത്വമാണ് എന്നുള്ളത്. അങ്ങനെ ഭക്തൻ്റെ ആഹ്ലാദത്തിന് വേണ്ടിയാണ് ദേവി രത്നകിരീടം അണിയുന്നത് എന്നും താല്പര്യം. അങ്ങനെ നമുക്ക് വ്യവഹരിക്കാം എന്നുള്ളതാണ്. ഇനി 15ാമത്തെ നാമം അഷ്ടമീ ചന്ദ്രവിഭ്രാജദളികസ്ഥലശോഭിതായൈ നമഃ. അഷ്ടമി നാളിലെ ചന്ദ്രനെ പോലെ വിളങ്ങുന്ന നെറ്റിത്തടത്തോടു കൂടിയവൾ. അഷ്ടമി നാളിലെ ചന്ദ്രൻ അർദ്ധവൃത്താകാരത്തിലാണ് അല്ലേ? അപ്പോൾ അതേപോലെ കിരീടമണിഞ്ഞ ദേവിയുടെ നെറ്റിത്തടം അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്നാണ്. അഷ്ടമി ചന്ദ്രവിഭ്രാജ എന്ന് പറഞ്ഞാൽ അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന. അളികം എന്ന് പറഞ്ഞാൽ നെറ്റി. അപ്പോൾ അളിക സ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. അപ്പോൾ ബുദ്ധിശക്തിയെ ദ്യോതിപ്പിക്കുന്നതാണ് അർദ്ധചന്ദ്രാകാരമായിട്ടുള്ള നെറ്റിത്തടമെന്ന് സാമുദ്രിക ശാസ്ത്രങ്ങളിലും അല്ലെങ്കിൽ സൗന്ദര്യ ലക്ഷണത്തെയൊക്കെ കൂടുതൽ പറയുന്നത് സാമുദ്രിക ശാസ്ത്രമാണ്. ആ ഗ്രന്ഥത്തിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അർദ്ധചന്ദ്രാകാരമായ നെറ്റിത്തടമാണ് ബുദ്ധിശക്തിയെ ദ്യോതിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. ഇനി 16ാമത്തെ നാമം മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷകായൈ നമഃ. മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കം പോലെ ശോഭിക്കുന്ന കസ്തൂരിക്കുറിയോട് കൂടിയവൾ. മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരി, വിശേഷകം എന്ന് പറഞ്ഞാൽ ചന്ദനോ കുങ്കുമോ കൊണ്ടുള്ള ഒരു കുറി. ദേവിയുടെ കുറി കസ്തൂരി തന്നെയാണല്ലോ. അപ്പോൾ ചന്ദ്രന് കളങ്കം ഒരു അപകർഷതയാണെങ്കിൽ ദേവിക്ക് കസ്തൂരിക്കുറി അധികം ആകർഷണീയമായിരിക്കുന്നു എന്ന് ഒരു ഗുണാധിക്യ കൽപ്പന കൂടി നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി 17ാമത്തെ നാമം വദനസ്മരമാംഗല്യ ഗൃഹതോരണ ജില്ലികായൈ നമഃ. വദനമാകുന്ന സ്മരൻ്റെ മംഗളഗൃഹത്തിന് തോരണം പോലെ പരിശോഭിക്കുന്ന എന്നർത്ഥം. ചില്ലി എന്ന് പറഞ്ഞാൽ പുരികക്കൊടി, വില്ലുകളോട് കൂടിയവൾ. അപ്പോൾ വദനം എന്ന് പറഞ്ഞാൽ മുഖമാണ്, സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. മുഖം കാമദേവൻ്റെ മംഗളഭവനമാണ് എന്ന് താല്പര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഭവനം ഇരിപ്പിടമാണല്ലോ. അപ്പോൾ തോരണം എന്ന് പറഞ്ഞാൽ കമാനം എന്നാണ്. അപ്പോൾ കാമദേവൻ്റെ മംഗലഭവനമാകുന്ന മുഖത്ത് വിധാനിച്ചൊരുക്കിയ 2 കമാനങ്ങൾ പോലെ ശോഭിക്കുന്നതാണ് ദേവിയുടെ പുരികക്കൊടികൾ എന്ന് നമുക്കിവിടെ ഭാവന ചെയ്യാവുന്നതാണ്. അപ്പോൾ വളഞ്ഞ പുരികക്കൊടികൾ നേരത്തെ പറഞ്ഞതുപോലെ സാമുദ്രിക ശാസ്ത്ര ലക്ഷണപ്രകാരം സൗന്ദര്യദായകമാണ് എന്നാണ്. അപ്പോൾ കാമദേവൻ്റെ ഭവനമാണ് മുഖമെന്ന് വന്നാൽ ആ മുഖത്തിൻ്റെ അത്യാകർഷകത്വം എപ്രകാരമാണെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റുമോ? അപ്പോൾ സങ്കല്പാതീതമാണ് ദേവിയുടെ മുഖസൗന്ദര്യം എന്നും ഈ നാമത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇനി 18ാമത്തെ നാമം വക്രലക്ഷ്മീ വരീവാഹ ചലന്മീനാഭലോചനായൈ നമഃ. മുഖസൗന്ദര്യത്തിൻ്റെ അലയൊഴുക്കിൽ പുളച്ച് തുടിക്കുന്ന മത്സ്യത്തിൻ്റെ തിളക്കം പോലെ തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ വക്രലക്ഷ്മി എന്ന് പറഞ്ഞാൽ മുഖസൗന്ദര്യമാണ്, പരീവാഹം എന്ന് പറഞ്ഞാൽ പ്രവാഹമാണ്, ചലന്മീനം എന്ന് പറഞ്ഞാൽ ഇളകിത്തുടിക്കുന്ന മത്സ്യമാണ്, ആഭ എന്ന് പറഞ്ഞാൽ ശോഭയാണ്, ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അപ്പോൾ ദേവിയുടെ കടാക്ഷം സർവാർത്ഥ സമുദായകമാണെന്നാണ് ഇതിലൂടെ ഒരു ധ്വനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിൽ ശ്വാസം മുട്ടാത്തൊരു ജീവിയാണല്ലോ മത്സ്യം. അപ്പോൾ ഏത് ദുർഘടത്തിലും അനായാസം അല്ലെങ്കിൽ ഉത്സാഹപൂർവം കടന്നു ചെന്ന് ഭക്തരെ
സന്തുഷ്ടരാക്കുന്നു ദേവിയുടെ കണ്ണുകൾ എന്നാണ് ഈ ഉപമയിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത് എന്നുള്ളതാണ്. ഇനി 19ാമത്തെ നാമം നവ ചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിതായൈ നമഃ. പുതുതായി വിടരുന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയുള്ള നാസികയാൽ പ്രശോഭിക്കുന്നവൾ എന്നാണ്. അപ്പം നാസാദണ്ഡം എന്ന് പറഞ്ഞാൽ മൂക്കാണ്, വിരാജിത എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവൾ എന്നാണ്. അപ്പോൾ പൂക്കൾ പതുക്കെയാണ് വിരിയുള്ളൂ, അത് നമുക്ക് കാണുകയും ചെയ്യാം. ആ വിരിയുന്ന അവസരത്തിലെ സൗന്ദര്യം ഒരു പ്രത്യേകമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അധികം വിടരാത്ത മൂക്കാണ് സുന്ദരതരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ സൗന്ദര്യശാസ്ത്രത്തിൽ തിലപുഷ്പത്തിനോടാണ് മൂക്കിൻ്റെ സൗന്ദര്യം ഉപദേശിക്കുന്നത്. എള്ളിൻ്റെ പൂവ് അതിങ്ങനെ വല്ലാണ്ട് വിരിഞ്ഞ് നിൽക്കാറില്ല. അപ്പം അങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്ന പോലെയുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ആ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇനി 20ാമത്തെ നാമം താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുരായൈ നമഃ. നക്ഷത്രകാന്തിയെ വെല്ലുന്ന മൂക്കുത്തി കൊണ്ട് ഉജ്ജ്വലയായവൾ എന്നാണ് അർത്ഥം. അപ്പോൾ താര എന്നുള്ള പദത്തിന് ഇവിടെ മംഗള അല്ലെങ്കിൽ ചൊവ്വ നക്ഷത്രമോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിലെ നോക്കുകയാണെങ്കിൽ ശുക്ര നക്ഷത്രമോ അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. അപ്പോൾ ഇവരെ രണ്ട് ദേവതകളായിട്ടും പറയുന്നുണ്ട്, ഈ ചൊവ്വയും ശുക്രനും. അപ്പോൾ അതിൻ്റെ കാന്തിയെ അതിശയിപ്പിക്കുന്നതാണ് മാണിക്യമൗക്തികങ്ങളെ കൊണ്ട് നിർമ്മിതമായ ദേവിയുടെ നാസാഭരണം എന്നാണ്. അപ്പോൾ ഈ വിശേഷണം കൊണ്ട് തന്നെ നാസാഭരണത്തിൻ്റെ പ്രകാശം നിത്യമാണെന്നും ശ്രദ്ധിക്കുന്നു അല്ലേ. ഈ ചൊവ്വയും ശുക്രനും ഒക്കെ നിത്യമായിട്ടുള്ള ഒന്നാണല്ലോ. അപ്പോൾ ദേവിയുടെ ആ നാസാഭരണത്തിൻ്റെ പ്രകാശവും നിത്യമാണ്, അല്ലെങ്കിൽ ആ നാസാഭരണവും നിത്യമാണ് എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി 21ാമത്തെ നാമം കദംബമഞ്ജരി ക്ലിപ്ത കർണപൂരമനോഹരായൈ നമഃ. കദംബത്തിൻ്റെ അല്ലെങ്കിൽ കടമ്പിൻ്റെ മഞ്ജരി കൊണ്ട് എന്ന് പറഞ്ഞാൽ പൂക്കുല കൊണ്ട് ക്ലിപ്തമായ അല്ലെങ്കിൽ ചാർത്തപ്പെട്ട കർണപൂരത്താൽ, അതായത് കമ്മലുകളാൽ മനോഹരിണിയായവൾ. ദേവി ചെവിക്ക് മുകളിൽ കടമ്പിൻ പൂക്കുല തിരുകും എന്ന് ഒരു ഭാവനയുണ്ട് ഇല്ലേ. നമ്മളൊക്കെ ചെവിയുടെ ഇടയിൽ പൂവ് വയ്ക്കുന്നത് പോലെ തന്നെ ദേവി കടമ്പിൻ പൂക്കുല ചെവിയുടെ ഇടയിൽ വയ്ക്കാറുണ്ട് എന്നാണ്. മാത്രമല്ല ദേവി കദംബ വനവാസിനിയാണല്ലോ. അപ്പം കദംബം ദേവിക്ക് പ്രിയങ്കരിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയങ്കരമായിട്ടുള്ള ഒരു വൃക്ഷവിശേഷമാണ് എന്ന് നമുക്ക് ഈ നാമത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. 22ാമത്തെ നാമം താടങ്കയുകളീഭൂത തപണോടുപമണ്ഡലായൈ നമഃ. തപനമണ്ഡലവും ഉടൂപമണ്ഡലവും എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും. താടങ്കയുകളമായി ഭവിച്ചത് ആർക്കാണോ ആ ദേവി എന്നാണ് സാമാന്യർത്ഥം. ഇനി താടങ്കം എന്ന് പറഞ്ഞാൽ തോട, പഴയ കാലത്തെ ഒരു വലുപ്പം കൂടിയ ഒരു കമ്മലിനാണ് തോട എന്ന് പറയുന്നത്. അപ്പോൾ യുഗളീഭൂതം എന്ന് പറഞ്ഞാൽ രണ്ടായി തീർന്നത് എന്നാണ്. ഉടു നക്ഷത്രം എന്ന് പറഞ്ഞാൽ യുഗളീഭൂതം എന്ന് പറഞ്ഞാൽ രണ്ടായി തീർന്നത് എന്ന് മനസ്സിലാക്കാം. ഉടു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഉടുവൻ നക്ഷത്രാധിപൻ, അപ്പോൾ അത് ചന്ദ്രനാണ്. ഇനി ദേവിയുടെ താടങ്കം സൂര്യചന്ദ്രന്മാരാണ് എന്നാണ് നാമത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ദേവിയുടെ തോടകളായിട്ട് മാത്രമല്ല സ്ഥനമണ്ഡലങ്ങളായിട്ടും നേത്രങ്ങളായിട്ടും സൂര്യചന്ദ്രന്മാരെ ഉല്ലേഖനം ചെയ്യാറുണ്ട്. സൂര്യചന്ദ്രന്മാർ തോടയാകത്തക്കവണ്ണം ദേവിയുടെ ഇച്ഛയ്ക്ക് വിധേയരാണ് എന്നും ആ മന്ത്രത്തിനർത്ഥമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ 23ാമത്തെ നാമം പത്മരാഗശിലാദർശ പരിപാപിക പോലെ ഭുവേ നമഃ. പത്മരാഗം എന്ന് പറഞ്ഞാൽ രത്നമാണ്. അപ്പോൾ ആ പത്മരാഗക്കല്ല് കണ്ണാടി പോലെ തേച്ച് മിനുസപ്പെടുത്തിയാൽ പോലും അതിനെ പരിഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ വെല്ലുന്ന കവിൾത്തടങ്ങളോട് കൂടിയവൾ. കപോലഭൂ എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങളോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങളാണ്, കപോലഭൂ എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങളോട് കൂടിയവൾ. അപ്പോൾ അരുണാഭമായിട്ടുള്ള ദേവിയുടെ ആ കവിൾത്തടത്തിൻ്റെ തിളക്കമാണ്, അത് അതുല്യമാണ്. അതിനെ ഉപമിച്ചേക്കണതാണ് ഈ പത്മരാഗ കല്ലുകളെ കൊണ്ട്. ഇനി നവവിദ്രുവബിംബശ്രീന്യക്കാരി രഥനച്ഛത 24ാമത്തെ നാമമാണ്. ദേവിയുടെ ചുണ്ടിനെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ്.
ദേവിയുടെ ചുണ്ട് പുതിയ രത്നം പോലെ ചുവന്ന് തിളങ്ങുന്നു എന്നർത്ഥം. വിദ്രുമം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ള രത്നം എന്നാണ്. അപ്പം നവവിദ്രുമം എന്ന് പറഞ്ഞാൽ പുതുതായി കടഞ്ഞൊരുക്കിയ രത്നം എന്നാണ് അർത്ഥം. അപ്പോൾ ആ രത്നത്തിൻ്റെ ബിംബശ്രീ എന്ന് പറഞ്ഞാൽ പ്രതിഫലന സൗന്ദര്യം. അപ്പോൾ പുതിയ രത്നത്തിൻ്റെ പ്രതിഫലന സൗന്ദര്യത്തെ നെക്കാരി എന്ന് പറഞ്ഞാൽ അധികരിക്കുന്ന എന്നാണ്. അപ്പോൾ വെല്ലുന്ന എന്നൊക്കെയാണ്. രതനച്ഛതത്തോടു കൂടിയവൾ. രതനം എന്ന് പറഞ്ഞാൽ പല്ലാണ്. രതനച്ഛതം എന്ന് പറഞ്ഞാൽ പല്ലാണ്. ഛതം എന്ന് പറഞ്ഞാൽ ദളം എന്നാണ് അർത്ഥം. അപ്പോൾ രതനച്ഛതം എന്ന് പറഞ്ഞാൽ പല്ലിനെ മറയ്ക്കുന്ന ചുണ്ട്, അധരപുടം എന്നൊക്കെയാണ് അതിന് അർത്ഥമായിട്ട് വരുന്നത്. ഇനി 25-ാമത്തെ നാമം ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വലായൈ നമഃ. ശുദ്ധവിദ്യ അങ്കുരിച്ചതോ മുളച്ചതോ എന്ന് തോന്നുമാറുള്ള ദ്വിജപംക്തിയോട് കൂടിയവൾ എന്നാണ്. ദ്വിജപംക്തി എന്ന് പറഞ്ഞാൽ പല്ലിന്നിര എന്നാണ് അർത്ഥം. അപ്പോൾ ശുദ്ധവിദ്യ പ്രകാശാത്മകമാണെന്ന് നമുക്കറിയാം. അതുപോലെ പ്രകാശിക്കുന്ന പല്ലിന്നിര കൊണ്ട് ഉജ്ജ്വലയായവൾ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവൾ. അപ്പോൾ ശുദ്ധവിദ്യയെ നമ്മൾ ഷോഡശവിദ്യ എന്ന് പറയാറുണ്ട് അല്ലേ? ഷോഡശവിദ്യക്ക് അക്ഷരം 16. അപ്പോൾ അജ്ഞാനാന്ധകാരത്തെ അകറ്റുന്ന ജ്ഞാനപ്രകാശമാണ് ശുദ്ധവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യ എന്ന് നമുക്കറിയാം. അപ്പോൾ ദ്വിജപംക്തിദ്വയം എന്ന് പറഞ്ഞാൽ 2 വരി പല്ലുകളാണ്. പല്ല് ബ്രാഹ്മണൻ, പക്ഷി ഇതൊക്കെ ദ്വിജന്മാരാണെന്നാണ്. കാരണം 2 ജന്മമുള്ളവരാണെന്നാണ്. ബ്രാഹ്മണൻ ജന്മം കൊണ്ട് ശൂദ്രനും വേദാധ്യായനം കൊണ്ട് ദ്വിജനുമായിട്ട് തീരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ദ്വിജനായത്. പക്ഷി ആദ്യം മുട്ടയായിട്ടും പിന്നെ മുട്ട പൊട്ടി പക്ഷിയായും ജനിക്കുന്നു. അങ്ങനെ പക്ഷിക്കുമുണ്ട് 2 ജന്മം. അതേപോലെ തന്നെ പല്ലിനുമുണ്ട് 2 ജന്മം എന്നാണ്. ആദ്യത്തെ പല്ല് കൊഴിഞ്ഞ് രണ്ടാമതാണ് ഉറപ്പുള്ള പല്ലുകൾ വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിന് 3നും ദ്വിജ എന്നുള്ള അർത്ഥത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് ഇവയ്ക്ക് 2 ജന്മമുള്ളവ എന്ന നിലയിൽ ദ്വിജ ശബ്ദം പ്രസിദ്ധമായതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ദേവിയുടെ പല്ലിന്നരയുടെ പ്രകാശത്തെ പ്രശംസിക്കുകയാണ് ഈ നാമത്തിലൂടെ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത്. അതിലൂടെ ഗഹനങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കൊന്ന് ലളിതമായിട്ടൊന്ന് നോക്കാം. ദേവിയുടെ മന്ദഹാസം ശുദ്ധവിദ്യ പോലെയാണ് എന്നാണ്. എല്ലാ അന്തർമാലിന്യങ്ങളെയും അകറ്റി ഉള്ളിൽ പ്രകാശം പരത്തുന്നു എന്നുള്ള അർത്ഥം. ഇനി ശുദ്ധവിദ്യ ശ്രീവിദ്യ ആണെന്ന് നമ്മൾ അനുസ്മരിച്ചു. ദുർവാസാവ് മഹർഷിയാൽ വിരചിതമായിട്ടുള്ള ത്രിപുര മഹിമാ സ്തോത്രം, ഗൗഡപാദാചാര്യ വിരചിതമായിട്ടുള്ള സുഭഗോദയ സ്തോത്രം, ശ്രീശങ്കരാചാര്യാൽ പ്രണീതമായിട്ടുള്ള സൗന്ദര്യലഹരി സ്തോത്രം, ഇവ 3ഉം ശ്രീവിദ്യയെയും ശ്രീചക്രത്തെയും ആധികാരികമായിട്ട് അവതരിപ്പിക്കുന്ന 3 കൃതികളാണ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ ശ്രീവിദ്യോപാസനയ്ക്ക് അവലംബമായിട്ട് കരുതപ്പെടുന്ന മുഖ്യ ഗ്രന്ഥം ശ്രീ ലളിതാ സഹസ്രനാമം തന്നെയാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മന്മഥൻ, ലോപാമുദ്ര എന്നിവരാണ് ശ്രീവിദ്യയുടെ ആദ്യ ഉപാസകന്മാർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, സുബ്രഹ്മണ്യൻ, ശിവൻ, ദുർവാസാവ് അല്ലെങ്കിൽ ദുർവാസാവിൻ്റെ മറ്റൊരു പേരാണ് ക്രോധഭട്ടാരകൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ദൃഷ്ടാക്കളെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ ഒരേ മന്ത്രത്തെ അല്ല ഉപാസിച്ചിരുന്നത് എന്നർത്ഥം. എന്നാൽ കാലാന്തരത്തിൽ ആ മന്ത്രങ്ങൾ അപ്രത്യക്ഷമായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മന്മഥവിദ്യയും ലോപാമുദ്രാ വിദ്യയുമാണ് ഇന്ന് ബാക്കി അവശേഷിച്ചിട്ടുള്ളത് എന്ന് വിദ്വാൻമാരായിട്ടുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ശുദ്ധവിദ്യ അഥവാ ശ്രീവിദ്യ ഗൃഹത്ത് നിന്ന് തന്നെയാണ് അഭ്യസിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം നമുക്കെവിടെയും ഈ ശ്രീവിദ്യാമന്ത്രം എന്ന പേരിലൊരു മന്ത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ആ മന്ത്രം ഗുരുമുഖത്ത് നിന്ന് പറഞ്ഞു നമ്മൾ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് അച്ചടി പുസ്തകങ്ങളിലൊന്നും അത് നമുക്ക് ആ മന്ത്രം എന്നുള്ള പേരിൽ ലഭിക്കാതെ കൊണ്ട് വരുന്നത്. അപ്പോൾ കുണ്ടലിനി സ്ഥാനമായിട്ടുള്ള മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് പര, പശ്യന്തി, മധ്യമ, വൈഖരി തുടങ്ങിയിട്ടുള്ള 4 ഘട്ടങ്ങളിലായിട്ടാണ്
ഈ മന്ത്രം ജിഹ്വയിലെത്തുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശബ്ദബ്രഹ്മത്തിൻ്റെ ബീജാങ്കുര അവസ്ഥയാണ് പര എന്ന് പറയുന്നത്, അല്ലേ? മണ്ണും വെള്ളവും കിട്ടിയാൽ വിത്ത് ചേർക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ. അപ്പോൾ ബീജാങ്കുരത്തിൻ്റെ പൊടിപ്പാണ് പശ്യന്തി എന്ന് പറയുന്നത്. അപ്പോൾ പൊടിപ്പ് രണ്ടിലയായിട്ട് വിരിയാൻ ആരംഭിക്കുന്ന ആ ഒരു അവസ്ഥയെ മധ്യമയോടും നമുക്ക് ഉപമിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രണ്ട് ഇല ഒന്നായി വിരിയുന്ന അവസ്ഥയാണ് വൈഖരി എന്ന് പറയുന്ന ശബ്ദം. അപ്പോൾ ശബ്ദവും അർത്ഥവുമാകുന്ന രണ്ട് ഇലകൾ ഒന്നായിട്ട് അല്ലെങ്കിൽ അഭിന്നമായിട്ട് വിരിയുന്നു എന്നർത്ഥം. അപ്പോൾ മറ്റൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ കാരണബിന്ദുവിൽ നിന്നും കാര്യബിന്ദു ശബ്ദബ്രഹ്മമായി ഉദ്ഗമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം പര എന്നും അത് സ്വാധിഷ്ഠാനത്തിലെത്തുമ്പോൾ പശ്യന്തി എന്നും തുടർന്ന് അനാഘാതത്തിലെത്തുമ്പോൾ മധ്യമ എന്നും അവിടെ നിന്നും വിശുദ്ധി എന്ന കണ്ഠസ്ഥാനത്ത് നിന്ന് പുറത്തു വരുമ്പോൾ വൈഖരി എന്നും പറയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ശബ്ദത്തിൻ്റെ 4 ഭാവം നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചതാണ്. ലൗകികർക്ക് വൈഖരി മാത്രമേ പരിചയമുള്ളൂ എന്നുള്ളതാണ്. മറ്റ് 3 ഘട്ടങ്ങളും യോഗികൾക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ബാല്യത്തിൽ ആദ്യമായി മുളയ്ക്കുന്നത് 2 പല്ലുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഇല്ലേ? പിന്നീടാണ് ബാക്കി പല്ല് രണ്ടാമതുണ്ടായി 16 വീതം 2 നിരയായി തീരുന്നതൊക്കെ പിന്നീടുള്ള ഘട്ടങ്ങളിലാണ്. അപ്പോൾ ശബ്ദാർത്ഥങ്ങളുള്ള 16 അക്ഷരങ്ങൾ എന്ന സങ്കല്പത്തെ സ്ഥൂലമായി 2 നിരയായി 16 വീതം 32 പല്ലുകൾ എന്ന് ഉപമിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഷോഡശാക്ഷരീ വിദ്യ ഉപാസകൻ്റെ ഉള്ളിൽ പ്രകാശം ചൊരിയുന്നത് പോലെ ദേവിയുടെ മഞ്ജുമന്ദസ്മിതത്താൽ പല്ലിൻ്റെ ധവളിമ ഭക്തൻ്റെ ഉള്ളിലെ എല്ലാ ദുഃഖാന്ധകാരത്തെയും അകറ്റി ആനന്ദം പ്രദാനം ചെയ്യുന്നു എന്നാണ് ആ നാമത്തിന് മറ്റൊരർത്ഥമായിട്ട് വരാറുള്ളത്. ഇനി വേറൊരർത്ഥം നോക്കുകയാണെങ്കിൽ ദ്വിജപംക്തിദ്വയം എന്ന് പറഞ്ഞാൽ ഉപാസകനായ ദ്വിജൻ്റെ 32 ദീക്ഷാവിധികൾ, ഇല്ലേ? ശുദ്ധവിദ്യ, ബാല, ദ്വാദശാർത്ഥമതം തുടങ്ങിയിട്ട് അങ്കുരം വരെയുള്ള 32 ദീക്ഷാവിധികൾ തന്ത്രശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ ദീക്ഷാവിധികൾ 2 ഭാഗമായിട്ടാണ് അനുഷ്ഠിക്കപ്പെടേണ്ടതെന്നും തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 32 ദീക്ഷാവിധികൾ 2 ഭാഗമായിട്ട് അനുഷ്ഠിക്കപ്പെടുമ്പോൾ 32 പല്ലുകൾ 2 വരിയായിട്ട് കാണപ്പെടുന്നതിനോട് ഉപമിച്ചിരിക്കണു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ശുദ്ധവിദ്യ 3 പാദങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രഥമപാദം കുണ്ടലിന്യസ്ഥാനമായിട്ടുള്ള മൂലാധാരത്തിൽ നിന്നും ഹൃദയതലത്തിലെ അനാഘത ചക്രം വരെയുള്ള അഗ്നിമണ്ഡലമാകുന്നു. രണ്ടാമത്തെ പാദം എന്ന് പറയുന്നത് ഹൃദയചക്രം മുതൽ ഭൂമധ്യത്തിലെ ആജ്ഞാചക്രം വരെയുള്ള സൂര്യമണ്ഡലമാണ്. മൂന്നാമത്തെ പാദം എന്ന് പറയുന്നത് ആജ്ഞാചക്രം മുതൽ മൂർധാവിലെ ബ്രഹ്മരന്ധ്രം വരെയുള്ള ചന്ദ്രമണ്ഡലവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഈ ഭാസ്കരായർ എന്ന് പറയുന്ന പണ്ഡിതനായിട്ടുള്ള അഗ്രേസരൻ വരിവസ്യാരഹസ്യത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. എന്താ പ്രതിപാദിക്കുന്നത്? പ്രളയാഗ്നിനിഭം പ്രഥമം മൂലാധാരാദ്യനാഘതം സ്പൃശതി തദസ്മാദാജ്ഞാചക്രം ദ്വിതീയകൂടം തു കോടി സൂര്യഭാം തസ്മാല്ലലാടമധ്യം താർത്തീകം കോടി ചന്ദ്രാഭം എന്നാണ് അദ്ദേഹം അതിനെ പറ്റിയിട്ട് ഈ ഇപ്പം ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ വിവരിക്കുന്നത് ഭാസ്കരരായരാണ്. അപ്പോൾ ആരംഭം എന്നുള്ള അനുഷ്ഠാന പ്രക്രിയ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിന് മുൻപ് സാധകൻ അനുഷ്ഠിക്കണമെന്നാണ് ശാസ്ത്രമതം. അപ്പോൾ ഗുരുപാരമ്പര്യ ക്രമത്തിലാണ് ഈ സാധനാവിധികൾ അനുഷ്ഠിക്കപ്പെട്ടു പോരുന്നത് എന്നും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 25 നാമങ്ങളുടെ അർത്ഥം നമ്മൾ അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ സർഗം ഇവിടെ നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. കാരണം വളരെ ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഈ 25ാമത്തെ നാമത്തിന് നമ്മൾ അനുസ്മരിച്ചത്. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒന്നും കേട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ദേവിയുടെ ആ ഭാവത്തെ
ആ നാമത്തിലൂടെ പറഞ്ഞു തരുന്ന ഭാവത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ത്രിപുരസുന്ദര്यै നമഃ. ഓം